കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കുന്നതായ ഒരു കാര്യമാണ് ഒരാളെ കുറിച്ച് മോശമായ തരത്തിൽ മറ്റുള്ളവരോട് പറഞ്ഞു നടന്നുകൊണ്ട് അവനെ വേദനിപ്പിക്കുന്നതായ ഒരവസ്ഥാസ്ഥിതി ഇന്ന് കൂടുതലായി പ്രത്യേകിച്ച് വിശ്വാസി സമുദായത്തിൽ മുസ്ലിം സമുദായത്തിൽ അധികമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ വിപത്തുകളെ തൊട്ടും എല്ലാവിധ മുസീബത്തുകളെ തൊട്ടും അല്ലാഹു പരിപൂർണമായ സംരക്ഷണം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരാൾക്ക് വേദനിക്കുന്നതായ തരത്തിൽ ഒരാൾക്ക് പ്രയാസം അനുഭവിക്കുന്നതായ തരത്തിൽ അവനെ കുറിച്ച് മോശമായ തലങ്ങളിൽ സംസാരിച്ചുകൊണ്ട് മറ്റുള്ള ജനങ്ങളോട് അവനെ കുറിച്ച് ഇല്ലായ്മ പറഞ്ഞുകൊണ്ട് അവനെ മോശമായി അവന്റെ അഭിമാനത്തിന് കേടുവരുന്നതായ തരത്തിൽ പറഞ്ഞു നടക്കുന്നതായ സഹോദരങ്ങൾ എന്ന് നമ്മുടെ സമുദായത്തിലില്ലേ? ശ്രദ്ധിക്കണം, നിസ്സാര വിഷയമേ അല്ല. ഒരാളെ കുറിച്ച് അവന്റെ ഇസ്സത്തിനെ കേടുവരുത്തുന്നതായ അവന്റെ അഭിമാനത്തിന് ക്ഷീണമുണ്ടാക്കാതായ തരത്തിൽ മറ്റുള്ളവരോട് വിളിച്ചോതുന്നതായ തരത്തിലുള്ള ആളുകൾ സൂക്ഷിച്ചോളി. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ജനങ്ങൾക്ക് അത്തരത്തിലുള്ള വ്യക്തികൾക്ക് നൽകുന്നതായ ശിക്ഷ അത് വളരെയധികം കഠിനമാണ്. പഠിക്കണം. കുറെ നിസ്കരിച്ചുകൊണ്ട് കുറെ ഇബാദത്തുകൾ അധിഷ്ഠിതമായി കൊണ്ട് ഒരുവനെ കുറ്റപ്പെടുത്തി മറ്റുള്ള സമൂഹത്തിലും മീഡിയാസിലും സോഷ്യൽ മീഡിയ അടക്കമുള്ളതായ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ അവനെന്തോ റോസ് കിട്ടുന്നതായ തരത്തിൽ അവന് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വ്യൂസ് കിട്ടാനായിട്ട് ജനങ്ങളുടെ മുന്നിൽ ഞാൻ നല്ല വ്യക്തിത്വമാണെന്ന് അറിയിക്കാനായി മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നതായ അതിനെ തോട്ടിക്കൊണ്ട് നടക്കുന്നതായ സഹോദരങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലില്ലയോ? ഇന്ന് നമ്മുടെ മതത്തിലില്ലയോ? ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. നിസ്സാരമല്ല. എത്ര ഇബാദത്തുകൾ തലകുത്തി നിന്നുകൊണ്ട് ജീവിതത്തിൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരിക്കലും നിന്റെ ജീവിതത്തിൽ യാതൊരു തരത്തിലുമുള്ള ഗുണമുണ്ടാവുകയില്ല. നിന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുകയില്ല. നിന്റെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവുകയില്ല. യാതൊരു തരത്തിലുമുള്ള ഖൈർ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. എന്തേ കാരണം? നീ ചെയ്തതായ നെഗറ്റീവ്, നീ ചെയ്തതായ മോശമായ അവസ്ഥ അതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ.